നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. മര്യാദ ചെയ്തിട്ടുണ്ടെങ്കിൽ അവര് പണിയില്ലാത്തവര്. ഞാനും സാറാമ്മയുടെ കൂടെ വരാം. അല്ലാണ്ട് പിന്നെ ഞാൻ വിളിക്കാം. ആന്നല്ലോ, എനിക്ക് അത്യാവശ്യമായിട്ടൊരു മീറ്റിംഗ് ഉണ്ട് ഇവിടെ. ഓക്കെ. തിരക്കില്ല. എന്താ സാറാമ്മ ഇത്? എത്ര നേരമായി കാത്തിരിക്കും? പാർട്ടി ഓഫീസിൽ നിന്നൊരു കോൾ ഉണ്ടായിരുന്നു. എന്താ വിളിപ്പിച്ച്? അവനെ ഈ കുടുംബാംഗങ്ങളൊക്കെ വന്ന സ്ഥിതിക്ക് കാര്യങ്ങളൊക്കെ പറവങ്കി. ആയിക്കോട്ടെ. ഇതെങ്ങോട്ട് പോണേ? പ്രിയപ്പെട്ട കൊട്ടിലപ്പാട്ട് കുടുംബാംഗങ്ങളെ, ലോകത്ത് ഒരു തറവാടും നേരിടാത്ത പലവിധ പ്രതിസന്ധികളിലൂടെയാണ് നമ്മുടെ കൊട്ടിലപ്പാട്ട് തറവാട് കടന്നു പോകുന്നത്, ഇനി കടന്നു പോകാനും പോകുന്നത്. ആഗോളവൽക്കരണത്തിന്റെ ഭാഗമായി പല കോർപ്പറേറ്റുകളുടെയും ദീർഘവീക്ഷണത്തിന്റെ ഭാഗമായി ഇതെന്ത് കവല പ്രസംഗോ? കുടുംബ മീറ്റിംഗിന് വിളിച്ചാൽ കുടുംബകാര്യങ്ങൾ പറഞ്ഞാൽ മതി, അല്ലാണ്ട് ആഗോളവൽക്കരണം ഒന്നും പറയണ്ട. അല്ലാതെ ഒരു മുഖവരൊക്കെ വേണ്ടപ്പോ ഇതിനെ. ആ മുഖവരൊന്നും വേണ്ട, ഉള്ള കാര്യമായിട്ട് പറയാൻ നോക്ക്. എന്നാ പിന്നെ ഞാൻ ഇത് അധികം ദീർഘിപ്പിക്കുന്നില്ല. നമ്മുടെ കുടുംബത്തിന്റെ വളരെ അനിവാര്യമായ ചില കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നതിന് വേണ്ടി ബഹുമാന്യനായ അളിയനെ ക്ഷണിച്ചുകൊള്ളുന്നു. ഇത് കളിയാക്കലല്ലേ? അപ്പൊ ഇരിക്കണോ? അല്ല പിന്നെ ഇവിടെ പങ്കി പറഞ്ഞതുപോലെ ഒരു കാര്യമില്ല. ഇല്ലേ? പിന്നെ ഒരു ചെറിയ കാര്യം, സീതാലക്ഷ്മിയുടെ അനിയത്തി രാധാലക്ഷ്മിയെ ഈ കൊട്ടിലപ്പാട്ട് തറവാട്ടിലേക്ക് വരുന്നെന്ന് ആ കാര്യം പറയാൻ വേണ്ടിയാണ് നിങ്ങളെ എല്ലാരെയും കൊണ്ട് വിളിപ്പിച്ചത്. അങ്ങനെ ഒരു അനിയത്തെ പറ്റി ഞങ്ങൾ ഇതുവരെ കേട്ടിട്ടില്ലല്ലോ. അതറിയിക്കാനല്ലയോ നിങ്ങളെയൊക്കെ വിളിപ്പിച്ചത്. കുഞ്ഞേച്ചി വരുന്ന സമയത്ത് ചേച്ചി എവിടെയെന്ന് ചോദിച്ചാൽ ആശ്രമത്തിൽ പോയെന്ന് പറയും. അങ്ങനെ പറയരുത്. അതിനല്ലേ ഇപ്പൊ നമ്മളോട് കൂടിച്ചേർന്നേക്കണേ. അമ്മ ആശ്രമത്തിലല്ലേ? അത് നമുക്കറിയുന്ന കാര്യല്ലേ, എന്തിനാ വിളമ്പടേ? അല്ല മങ്കു, എന്തിനാ നുണ പറയുന്ന? ഉള്ള കാര്യങ്ങൾ പറഞ്ഞാ പോരെ? അതിപ്പോ എല്ലാവരും ഉള്ള കാര്യം പറയാൻ തന്നെയാണ് ഇഷ്ടപ്പെടുന്നത്. പക്ഷെ ഇവിടെ ഇപ്പൊ അത് പറ്റില്ല. എന്താ കാര്യം വെച്ചാൽ കുഞ്ഞേച്ചി 2 ദിവസം നിൽക്കാനായിട്ട് വരിക. അപ്പോ ഈ ഒരു സന്ദർഭത്തിൽ നമ്മൾ ചേച്ചിയുടെ കാര്യമൊക്കെ പറഞ്ഞിട്ട് അതിനെ ആകെ വിഷമിപ്പിച്ച് പ്രശ്നമാക്കണ്ട വെച്ചിട്ടാ ഈ പറയണത്. അല്ല, അപ്പൊ ഞങ്ങളോട് വന്ന് ചോദിച്ചാ എവിടെ പോയിന്ന് പറയണം? തീർത്ഥാടനത്തിന് പോയി എന്ന് പറയണം. എവിടെ തീർത്ഥാടനത്തിന്? തീർത്ഥാടനത്തിന് എവിടേക്കൊക്കെ പോവാം. അങ്ങനെ പോയി. അപ്പൊ കാര്യങ്ങളൊക്കെ എല്ലാവർക്കും മനസ്സിലായല്ലോ. ഇനി പങ്കി പറഞ്ഞതുപോലെ കാര്യങ്ങളൊക്കെ കണ്ടറിഞ്ഞ് അങ്ങ് പെരുമാറുക. അതെ. അല്ല വല്ലമേട്ടാ, മീറ്റിംഗ് അവസാനിപ്പിക്കാൻ വരട്ടെ. ഈ രാധാലക്ഷ്മിയെ കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് ഒന്ന് പറയൂ. പുള്ളിക്കാരി ഇത്രയും കാലം എവിടെ ആയിരുന്നു, എന്ത് ചെയ്യായിരുന്നു, എവിടുന്ന് വരുന്നു, ഇതൊക്കെ ഒന്ന് പറഞ്ഞാട്ടെ. പറവാങ്കിയമ്മ, ഞാൻ കരുതിയതില്ലേ ഈ വീട്ടിലെ എല്ലാ കാര്യങ്ങളും എനിക്ക് അറിയാവുന്ന. ഇത് മാത്രം അറിയില്ലല്ലോ, പറഞ്ഞിങ്ങോട്ട്. എനിക്ക് മൊത്തത്തിൽ എന്തൊക്കെയോ ഒരു ഡൗട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. എന്റെ സ്വഭാവത്തിൽ മുമ്പുള്ളതാ. ഒന്നുമില്ല, ഇത്രയും നാള് ഈ വീട്ടിൽ കയറി ഇറങ്ങി നടന്ന ഞാൻ ഇതുവരെ ഇങ്ങനെ ഒരു പേരേ കേട്ടിട്ടില്ല. അല്ല പിന്നേട്ടാ, അങ്ങനെ എല്ലാ കാര്യങ്ങളും ഇപ്പൊ തൽക്കാലം കൊണ്ട് അറിയണ്ട, കുറച്ചൊന്നും അറിയാണ്ടും പോട്ടെ. പങ്കി അവരോട് അറിയണം. ഇതൊക്കെ അവരോടൊന്ന് അറിഞ്ഞിരിക്കട്ടെന്ന് അച്ഛൻ പറയണ മോനെ. മക്കളെ, ഈ രാധാലക്ഷ്മി വരുന്നത് ജയിലിൽ നിന്ന്. ഈ പരോളിറങ്ങി സീതാലക്ഷ്മിയെ കാണാൻ വേണ്ടി വരുന്നതാ. പിന്നെ കുറച്ച് ദിവസം കൂടെ കാണും. വേറെ കൂടുതലൊന്നും എന്നോട് ചോദിക്കരുത്. എന്നാ പിന്നെ ഇത് തന്നെ ഇവിടെ ആദ്യം പറഞ്ഞാൽ പോരായിരുന്നു. എന്തിനാ ഈ മുഖവരൊക്കെ? ബാക്കിയുള്ളവരുടെ വാല് വെള്ളം പറ്റിക്കാൻ വേണ്ടിട്ട്. എന്തിനാ ജയിലിൽ പോയേ? അതും പറയണ്ടോ? ഇല്ല, അത് പറയാൻ മനസ്സില്ല. എന്നാലൊന്ന് പറ. ചേട്ടാ, കൂടുതലൊന്നും ചോദിക്കരുതെന്ന് പറഞ്ഞില്ലയോ? ഞാൻ പങ്കിയാമനോട് ചോദിക്കും. പറ. നീ ചോദിച്ചോ, ഞാൻ പറയാണ്ടിരുന്നാ പോരെ? കുത്തി ചോദിച്ചിട്ട് ഒക്കെ പുറത്തെടുക്കാനുള്ള പരിപാടിയാ. പുണ്യ നീടെ വന്നേ. ഞാൻ വച്ചിട്ടുണ്ട് കേട്ടോ. എല്ലാ ദിവസവും അറിഞ്ഞു വെച്ചിട്ട് ഇന്നോട് പറയാതിരിക്കല്ലേ? എനിക്കൊന്നും അറിയില്ല. പറഞ്ഞിട്ട് പോയാ മതി. പറഞ്ഞില്ലേ? അമ്മായി, ഞാൻ എന്റെ കൊച്ചിനെ കൊണ്ട് വീട്ടിൽ പോവും. കണ്ട് ജയിൽപുള്ളിയുടെ കൂടെ ഒന്നും നിൽക്കാനേ എനിക്ക് പറ്റില്ല. ഇത്രയും കാലമായിട്ട് ഇങ്ങനൊരു വ്യക്തിനെ കുറിച്ച് നമ്മളോട് പറഞ്ഞിട്ടില്ലെങ്കിൽ ഇവിടെ എന്തൊക്കെയോ കാര്യമായി സംഭവിച്ചിട്ടുണ്ട്. എന്നാലും എങ്ങനെയുള്ള ആളായിരിക്കും? അവരെന്തിനായിരിക്കും ജയിലിൽ പോയ? ചേച്ചിക്ക് അറിയോ? എനിക്കറിയില്ല. അപ്പൊ ചേച്ചി കുഞ്ഞിലെ തൊട്ട് ഇവിടെ കയറി ഇറങ്ങി നടക്കുന്നതല്ലേ? ചേച്ചിക്ക് അറിയണ്ടേ ഇതൊക്കെ? ഇങ്ങനെ ഒരു പേര് പോലും ഞാൻ ഇതുവരെ കേട്ടിട്ടില്ല.
പിന്നെ ഇതിപ്പോ ആരോട് ചോദിച്ചാ അറിയും? ഡേ ഒരാളോട് ചോദിച്ചാൽ ഇതറിയാം. അമ്മായി മനസ്സിൽ വിചാരിച്ചെന്നെ ഞാനും വിചാരിച്ചേ. അമ്മയോട് ചോദിക്കാന്നല്ലേ, നമുക്ക് നാളെ തന്നെ ആശ്രമത്തിൽ പോയി ചോദിക്കാം. കൊച്ചു വരയുന്നു, പോയെടുക്ക. കൊച്ചു വരയുന്നുണ്ട്, പോയെടുത്തു. ചെൽ. എന്നെ ഒഴിവാക്കിയതല്ലേ, എനിക്ക് മനസ്സിലായി. അല്ല, ആരോടാ? നീ ഫോൺ എടുത്തിട്ടേ ആളോട് പെട്ടെന്ന് ഇങ്ങ് വരാൻ പറ. പക്ഷെ ആരോട് വരാൻ പറയാൻ? ഞാൻ ഇവിടെ വന്നിരിക്കുന്നത് വരാന്ന് പറഞ്ഞ ആളിതുവരെ വന്നില്ല. എന്റെ ദൈവമേ, ഇതുവരെ വന്നില്ലേ? ഇല്ലെന്നേ. നീ വിളിച്ചിട്ട് ഇപ്പൊ എത്ര നേരമായി? അതെ, വിളിച്ച ഉടനെ പുറപ്പെടുവാന്നാ പറഞ്ഞേ. അങ്ങനെ നോക്കി ഇവിടെ എത്തേണ്ട സമയം കഴിഞ്ഞു, പക്ഷെ വന്നില്ല. നേരാണല്ലോ. ഇനിയിപ്പോ വരാതിരിക്കോ? വരുമൊക്കെ ചെയ്യും. വരുമായിരിക്കും. അല്ല, നീ എന്തും പറഞ്ഞാ വിളിച്ചേ? അതെ, ഇവിടെ കിടിലനൊരു വിഷയമുണ്ട്. തല്ലുണ്ടാക്കാനുള്ള എല്ലാ വകുപ്പും ഉണ്ടെന്ന് പറഞ്ഞാ ഞാൻ വിളിച്ചേ. അങ്ങനെയാണ് ഉറപ്പായിട്ടും വരും. അതന്നെ ഞാനും പറഞ്ഞേ. വരാൻ എത്ര ലേറ്റ് ആവുന്ന എന്താന്ന്? നിങ്ങളൊന്ന് വിളിച്ചു നോക്കി, എവിടെ വരെ ആയെന്ന് ചോദിക്കേ. നോക്കണേ, അടുക്കരുത്, എന്നോട് കളിക്കരുത്. എന്താ അപ്പച്ചി? എന്താ? ഇങ്ങോട്ട് ഒരു കാര്യം ചോദിക്കട്ടെ. ഉപദ്രവിക്കാനാണോ? ഉപദ്രവിക്കാനൊന്നുമല്ല, ഇങ്ങോട്ട് വന്ന് കാര്യം ചോദിക്കട്ടെ. അതെ അപ്പച്ചി, ഒരു കാര്യം ചോദിച്ചാൽ സത്യം പറയണം. ചോദിക്ക്. അപ്പച്ചിക്കൊരു രാധാലക്ഷ്മി അറിയാവോ? രാധാലക്ഷ്മിയോ? ഏത് രാധാലക്ഷ്മി? അപ്പച്ചി, നമ്മുടെ അമ്മയില്ലേ സീതാലക്ഷ്മി, അമ്മയുടെ അനിയത്തി രാധാലക്ഷ്മി അറിയോ? രാധാലക്ഷ്മിയോ? എന്റെ അമ്മേ! അപ്പോ രാധാലക്ഷ്മി ജയിലിൽ നിന്ന് വരുന്നു എന്നാണോ നിങ്ങൾ പറയുന്നത്? അതെ അപ്പച്ചി. നിങ്ങൾ ഇടവപ്പാതി എന്ന് കേട്ടിട്ടുണ്ടോ? ഇടവമാസത്തിൽ പേണ മഴയല്ലേ? അല്ല. അല്ലേ? ആണ്. അല്ലെന്ന് പറഞ്ഞില്ലേ? ഈ അപ്പച്ചി എന്താ ഈ പറയണേ? ഇടവമാസത്തിൽ പേണ മഴയാണ് ഇടവപ്പാതി. എടി, തൃശ്ശൂര് എടവപ്പാതി എന്ന ഒരു സ്ഥലമുണ്ട്. അതിനെപ്പറ്റി കേട്ടിട്ടുണ്ടോ? ഇല്ലെങ്കിൽ ഇല്ലാന്ന് പറ കുമാരേച്ചി. ഇല്ല. അതാ പറഞ്ഞത്. ആ എടവപ്പാതി എന്ന സ്ഥലത്തേക്കാണ് ഈ രാധാലക്ഷ്മിയെ കല്യാണം കഴിച്ചുകൊണ്ട് പോയത്. എന്നിട്ട് ഈ നാട് നാടൻ വാറ്റിന് പേര് കേട്ട സ്ഥലമായിരുന്നു. മദ്യപിക്കാത്ത ഒരാണുങ്ങളും ആ നാട്ടിലുണ്ടായിരുന്നില്ല. ഇവിടെ കല്യാണം കഴിച്ചുകൊണ്ട് വീട്ടിലും എല്ലാവരും മദ്യപിക്കും. അങ്ങനെ പെണ്ണുങ്ങളെല്ലാം വിഷമത്തിൽ കഴിയുക. അങ്ങനെ ഇരുന്നപ്പോ ഈ രാധാലക്ഷ്മി എന്ത് ചെയ്ത് അവിടെയുള്ള കുറെ പെണ്ണുങ്ങളെല്ലാം സംഘടിപ്പിച്ച് ഒരു കമ്മിറ്റി രൂപീകരിച്ചു. അടിപൊളി. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.